ജയ്സൽമീറിൽ അനിൽ വാസുദേവുണ്ട്. രാജസ്ഥാനിലാണ്. അവിടെ ബാർമറിലൊക്കെ സ്കൂളുകൾ തുറക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അവിടെ അശാന്തി ഒഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാനെന്ന് കരുതുന്നു. അനിൽ വാസു, എന്താണ് വിവരം? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. രാജസ്ഥാൻ ശാന്തമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എല്ലാവരും ആശ്വാസത്തിൻ്റെ തീരത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് ഇവിടെ ഒരു പ്രദേശമാണ്, ഇവിടുത്തെ തന്നെ ഒരു ടൂറിസ്റ്റ് മേഖലയാണ്, ടൂറിസത്തെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഇവിടുത്തെ ജയ്സാൽമീറിലെ പ്രശസ്തമായ കോട്ട. അപ്പോൾ ഇതിന് ചുറ്റുപാടുമുള്ളത് അത്തരം കടകളും അത്തരം അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുമൊക്കെ തന്നെയാണ്. ഇത് ഒരു ഓഫ് സീസണാണ്, അതുകൊണ്ട് അത്തരത്തിലുള്ള ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടുള്ള കടകളൊക്കെ തന്നെ ഇല്ല. എന്നിരുന്നാൽ പോലും കുറച്ചുകൂടി അപ്പുറത്തുള്ള പ്രദേശത്തൊക്കെ തന്നെ സാധാരണ കടകൾ ആളുകൾ ജോലിക്ക് പോയി തുടങ്ങുന്നു. ഇത് ഇവിടെ ഈ പറഞ്ഞതുപോലെ ആളുകളെയൊക്കെ ജോലിക്ക് പല ആളുകൾ ഈ ജംഗ്ഷനിൽ വന്ന് നിൽക്കും, അവരെയൊക്കെ തന്നെ വിളിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു സാധാരണ ഗതിയിലേക്ക് ഈ രാജസ്ഥാനിലെ പല മേഖലകളും എത്തിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ജയ്സാൽമീറിലൊക്കെ തന്നെ ഇന്നലെ രാത്രി നമ്മൾ ഒരു വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഒരു വളരെ തിങ്ങി നിറഞ്ഞ് ആളുകൾ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ അവരൊരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ എന്തോ നടന്നു എന്നതിൻ്റെ യാതൊരു സൂചന പോലും ഒരുപക്ഷെ ആദ്യമായി വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് അങ്ങനെ തോന്നിപ്പോകുന്ന തരത്തിലൊക്കെ തന്നെ കാര്യങ്ങൾ അങ്ങനെ തന്നെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം തന്നെ. ഒപ്പം തന്നെ ബാർമീറിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റ് അങ്കണവാടി ഉൾപ്പെടെയുള്ളവർക്കൊക്കെ തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു ഈ അതിർത്തിയിലെ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ഇപ്പോൾ ഈ സംഘർഷം അയഞ്ഞതോടെ, പ്രശ്നങ്ങളൊക്കെ തന്നെ ഒഴിഞ്ഞതോടെ അവിടെയൊക്കെ തന്നെ ഇപ്പോൾ എന്തായാലും സ്കൂളുകൾക്ക് ഇന്ന് തൊട്ട് സ്കൂളുകളൊക്കെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇന്ന് തുടങ്ങുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. ഇന്നലെ ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരുന്നത് ശ്രീഗംഗാ നഗറിൽ മാത്രമാണ്. അത് ഈ പഞ്ചാബ് അതിർത്തിയോടുള്ള ഒരു പ്രദേശമാണ്. പഞ്ചാബിലുണ്ടായിരുന്ന ചില ഈ അനിഷ്ട സംഭവങ്ങൾ അല്ലെങ്കിൽ അത്തരം ആശങ്കപ്പെടുന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഒരു ദിവസം കൂടി ശ്രീഗംഗാ നഗറിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് അതിർത്തി ജില്ലകളൊക്കെ തന്നെ നല്ല രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോയി എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ജയ്സാൽമീർ തിരിച്ചു വരികയാണ്. ആ ഒരു പഴയ എങ്ങനെയാണോ ഉണ്ടായിരുന്ന ആ നാട്ടിലെ ജനങ്ങൾ ഏറ്റവും ഫ്രീ ആയി എങ്ങനെയാണോ ഉണ്ടായിരുന്ന ആ തരത്തിലേക്ക് തന്നെ പോവുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഒരു തരത്തിലുള്ള ആശങ്കകളും ഉണ്ടായിരുന്നില്ല. നേരത്തെ ഇതിന് ജയ്സാൽമീറിന് തൊട്ടടുത്തുള്ള പ്രദേശത്താണ് മിസൈലിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയിരുന്നു. നിരന്തരം ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ആശങ്കപ്പെടുത്തുന്ന ദിനങ്ങളൊക്കെ തന്നെ അവസാനിച്ചു. ആളുകളൊക്കെ തന്നെ നന്നായി ഉറങ്ങിത്തുടങ്ങി. ഈ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല ആളുകളും വീടുകളൊക്കെ തന്നെ വിട്ട് ബന്ധുക്കൾ വീടുകളിലേക്കൊക്കെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ തിരിച്ചു വരാൻ തുടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാജസ്ഥാനും ആ ഒരു സംഘർഷമൊക്കെ വിട്ട് ശാന്തതയിലേക്ക് അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ തീരത്തേക്ക് എത്തിക്കഴിഞ്ഞു. എസ് കെ എൻ. ഓക്കെ, നമുക്കൊപ്പം ജയ്സൽമീറിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന അനിൽ വാസുദേവാണ്.